ഹലോ, ആ ഇത് എസെൻസ് ഗ്ലോബലിന്റെ നമ്പറല്ലേ? അതെ അതെ എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ കരുനാപ്പള്ളിയിൽ ആ നിന്നാണ് വിളിക്കുന്നത്. ആ ഞാൻ നിങ്ങളുടെ ഈ നാളെയാണല്ലോ എസെൻസിന്റെ സംവാദം, ഉം, രാഹുൽ ഈശ്വറും ഉം, ആരിഫ് ഹുസൈനും തമ്മിൽ. ഉം, ഉം, അപ്പം ഞാൻ ഇവർ രണ്ടുപേരും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച പോസ്റ്റ് വായിച്ചു. ഉം. അതിൽ ഈ രാഹുൽ ഈശ്വർ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും സ്വീകാര്യയോഗ്യമായ രീതിയിലാണ് അദ്ദേഹം ടൈപ്പ് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. യോഗ്യമാണ്. ആ, യോഗ്യമാണ്, ഏതൊരാൾക്കും യോഗ്യമാണ്. ആ രീതിയിലാണ് അദ്ദേഹം ആ, എഴുതിയിരിക്കുന്നത്. ഉം, അപ്പോൾ ഇത് നമ്മൾ വാശിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ പ്രതികാരം തീർക്കലിനോ അങ്ങനെയൊന്നുമല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ട് ആത്യന്തികമായി ഉം, പഠിക്കുക, അറിയുക എന്ന ലക്ഷ്യത്തിലാണ്, ഉം, അറിവ് നേടുക എന്ന ഉം, ലക്ഷ്യത്തിലാണ്. ഉം, പക്ഷേ ഈ ആരിഫ് ഹുസൈന്റെ ഇതിനകത്ത് അദ്ദേഹം ഈ രാഹുൽ ഈശ്വറിനെ തുടക്കം തന്നെ അദ്ദേഹം പച്ചയായ ഇസ്ലാമോഫോബിയ പടർത്തുന്ന വാക്കുകളിലൂടെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നെ പിന്നെ താഴോട്ട് ഉം, വരുമ്പം രാഹുൽ ഈശ്വറിനെ പരിചയപ്പെടുത്തുന്നത് ഈ ഇസ്ലാം പ്രതിരോധത്തിലാവുമ്പോഴൊക്കെയും ഒരു മിശിഹയെ പോലെ അവതരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഉം, പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ, മുസ്ലിങ്ങൾക്ക് ഉം, പ്രിയപ്പെട്ട എന്ന് ഇൻവെർട്ട് കോമയിൽ കൊടുത്തിട്ട് ആണ് അദ്ദേഹം ഉം. രാഹുൽ ഈശ്വറിനെ അദ്ദേഹത്തിന്റെ സംവാദത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു അറിയിപ്പ് കൊടുക്കുന്നതിൽ പരിചയപ്പെടുത്തുന്നത്. ഈ രാഹുൽ ഈശ്വർ ഓക്കെ. എന്നു മുതലാണ് മുസ്ലിങ്ങൾക്ക് പ്രിയങ്കരനായതെന്നൊക്കെ അയാൾ തന്നെ പറയേണ്ടി വരും. ഞാൻ എസെൻസിന്റെ ഒരു ആര് പറയേണ്ടി പ്രതിനിധി. വരും? ഏ ആര് പറയേണ്ടി വരും? കേട്ടില്ല. അല്ല, ആര് പറയേണ്ടി വരും? നിങ്ങൾ പറഞ്ഞത് ആരോ? അതൊക്കെ അയാൾ പറയേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു. അയാളാണ് അതൊക്കെ പറയേണ്ടത്. എന്നു മുതലാണ് മുസ്ലിങ്ങൾക്ക് രാഹുൽ ഈശ്വർ പ്രിയങ്കരനായതെന്നും ഈ മുസ്ലിം പ്രിയങ്കരനല്ലേ? ഏ രാഹുൽ പ്രിയങ്കരനല്ലേ മുസ്ലിങ്ങൾക്ക്? അല്ല, അപ്പൊ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ പ്രിയങ്കരനല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് രാഹുൽ മുസ്ലിങ്ങൾക്ക് പ്രിയങ്കരനാണോ ഇല്ലെന്നോ എന്ന് ചോദിച്ചു. അതെ, അത് ആരാണ് പറയേണ്ടത്? അദ്ദേഹമാണ് പറഞ്ഞത് പ്രിയങ്കരനാണ് എന്നുള്ളത്. ഇവിടുത്തെ മുസ്ലിങ്ങൾ പറഞ്ഞിട്ടില്ല രാഹുൽ ഈശ്വർ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രിയങ്കരനാണ് എന്നൊരു മുസ്ലിങ്ങളും പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം പറയാത്തത് എന്തിനാ പറയുന്നത്? അങ്ങനെ പ്രത്യേകിച്ച് ഒരാള് ഞങ്ങൾക്ക് പ്രിയങ്കരനാണെന്ന് പറയേണ്ട ആവശ്യം എന്താണ്? രാഹുൽ ഈശ്വർ പറയുന്നത് ജിഹാദ് നന്മയാണെന്ന് പറയുന്നത്. അല്ല, ജിഹാദ് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കത്തിടത്തോളം കാലം രാഹുൽ ഈശ്വറും ഇവിടുത്തെ മുസ്ലിങ്ങളും എല്ലാം പ്രശ്നക്കാർ തന്നെയായിരിക്കും. അതിലിപ്പോ തർക്കമൊന്നുമില്ല. നിങ്ങൾ എന്ന് മനസ്സിലാക്കും മനസ്സിലായില്ല അത് ആ വേർഡ് മനസ്സിലായില്ല. അതായത് ജിഹാദ് എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതും മുസ്ലിം ലോകം അത് പഠിപ്പിക്കുന്നത് എന്താണെന്നുള്ളതും ഈ പ്രചരിപ്പിക്കുന്നവർക്ക് മനസ്സിലാകാം. അല്ല, ജിഹാദ് എന്താണെന്നുള്ളത് വിശദീകരിക്കാൻ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കൽ സംസാരിക്കാം. ഞാൻ ഇപ്പൊ വിളിച്ചത് അല്ല 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 ഞാനത് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എങ്ങനെ പറയാം. ഞാൻ ഈ കോളിന്റെ അവസാനം പറയാം. ഞാൻ അല്ലെങ്കിൽ പറയാൻ വന്ന പോയിന്റ് മറന്നു. ഞാൻ പറയാം. ഞാൻ പറയാം. ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചാണല്ലോ, ഞാൻ പറയാം, തീർച്ചയായും പറയാം. ഇതിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ മറന്നു. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ നിങ്ങളുടെ ഈ സംസാരം കേട്ടെടുത്തോളം എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ തവണ എസെൻസ് സംഘടിപ്പിച്ച ചർച്ചയിൽ ആരിഫ് ഹുസൈനും ഈ ഒരു ഹൈത്തമിയും പങ്കെടുക്കുകയുണ്ടായി. അതില് ഈ പരിപാടി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ ആരിഫ് ഹുസൈൻ തുടങ്ങുന്നത് തന്നെ ഈ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയായ ഈ കുറെ അറബി വാക്കുകളിൽ ഡിങ്കന്റെ പേര് ചേർത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയെ പച്ചയായി പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. മനൂജ മൈത്രിയെ പോലെ കുറച്ചു പേര് ഫ്രണ്ടിൽ ഇരുന്ന് ആർത്തുല്ലസിച്ച് ചിരിക്കുന്നുമുണ്ടായിരുന്നു. മോഡറേറ്റർ ഒരിക്കലും അത് പാടില്ല എന്നും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ പ്രാർത്ഥനകളെയും പരിഹസിക്കുന്നത് നല്ലതല്ല എന്ന് തിരുത്തുകയും ചെയ്തിട്ടില്ല. അപ്പൊ അല്ല ഞാനൊന്ന് പറയട്ടെ. അപ്പൊ ഈ അന്ന് അതിന് ഹൈത്തമി പറഞ്ഞ മറുപടി ഇന്ത്യയും ഇന്ത്യയുടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുള്ള പോലെ പ്രാർത്ഥനയെ പരിഹസിക്കാനും വിമർശിക്കാനും അതിനെതിരെ നിങ്ങൾക്ക് അവകാശമില്ലേ? ഇല്ല, വിമർശിക്കാൻ അവകാശമുണ്ട്. ആർക്കും ആരെയും പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ അവകാശമില്ല. അതെങ്ങനെ വിമർശനമാവുന്നത് എങ്ങനെയാണ്? നിൽക്കൂ, ഞാൻ നിങ്ങളുടെ ഫാദറിന്റെ പേര് വേറൊരാളുടെ പേര് ചേർത്ത് പറയുന്നത് വിമർശനമാണോ, നിങ്ങളെ പരിഹസിക്കുന്നതാണോ? എന്റെ ഫാദറിന്റെ പേര് വേറൊരാളുടെ ഫാദറിന്റെ പേര് ചേർത്തങ്ങനെ പറ്റുന്ന എങ്ങനെയാണ്? അതാണ് ചോദ്യം. അതാണ് സുഹൃത്തെ ചോദ്യം. നിങ്ങളുടെ ഫാദറിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയാവുന്നിരിക്കെ നമ്മൾ തമ്മിൽ ഒരു സംഭാഷണം നടക്കുമ്പോൾ നിങ്ങളുടെ ഫാദറിന്റെ പേര് മാറ്റി ഞാൻ പറഞ്ഞാൽ അത് വിമർശനമാണോ ആക്ഷേപമാണോ?
അല്ല, എന്റെ മകളുടെ പേര് മാറ്റിയൊന്നും എന്റെ മകളുടെ പേര് മാറില്ലല്ലോ. അത് മാറുമോ മാറാതിരിക്കുന്നതല്ല, ഒരാളുടെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ അത് വിമർശനമാണോ പരിഹാസമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ പറയുന്ന വിമർശനമല്ല, പരിഹാസമല്ല. അത് പിന്നെ ഒരാളുടെ പേര് യാഥാർത്ഥ്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട്. അല്ല, അതിന്റെ വാക്കെന്താണെന്ന് ഞാൻ ചോദിച്ചത് സുഹൃത്തെ. അതിന്റെ ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? നിങ്ങളുടെ ഫാദറിന്റെ പേര് എനിക്ക് അറിയാവുന്നിരിക്കെ നമ്മൾ തമ്മിലൊരു സംഭാഷണത്തിൽ നിങ്ങളുടെ ഫാദറിന്റെ പേരിന്റെ സ്ഥാനത്ത് ഞാൻ മറ്റൊരാളുടെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജീവിയുടെ പേര് പറഞ്ഞാൽ, അത് നിങ്ങളെ പരിഹസിക്കുകയാണോ വിമർശിക്കുകയാണോ? നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. അത് പരിഹാസമാണോ വിമർശനമാണോ? രണ്ടുമല്ല. ഞാൻ കേൾക്കുന്നത് അയക്ക് എന്റെ ഫാദർ പേര് അറിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി. നിങ്ങളുടെ ഫാദറിന്റെ പേര് എനിക്ക് അറിയാവുന്നിരിക്കെ ഞാൻ ആ പേരിന്റെ സ്ഥാനത്ത് മറ്റൊരു പേര് പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അല്ല, അത് പരിഹാസമാണോ വിമർശനമാണോ? കേൾക്കുന്നവർ കൈകൊട്ടി ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്താ തോന്നുക? എനിക്ക് നിങ്ങൾ പറഞ്ഞ ഉദാഹരണം അത്ര സുഖമായിട്ട് തോന്നിയില്ല. കാര്യം അപ്പൊ അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. മുസ്ലിങ്ങൾ ദൈവമായി ആരാധിക്കുന്ന പ്രാർത്ഥനയിൽ അള്ളാഹു എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ പേര് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആരിഫ് ഹുസൈൻ മറ്റൊരു കഥാപാത്രത്തിന്റെ പേര് വെച്ച് പറയുമ്പോൾ ബാക്കിയെല്ലാം ഈ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയാണ്. ആരാധിക്കുന്നത് അതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അയാൾ അതിനെ ആരാധിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും. കാരണം അയാൾ നിരീശ്വരവാദിയാണല്ലോ. നിരീശ്വരവാദി എങ്ങനെയാണ് ഒന്നിനെ ആരാധിക്കുന്നത്? ഇല്ല, അദ്ദേഹം പറയാണ് ഞാനിങ്ങനെ ഡിങ്കിനെ ആരാധിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാ സുഹൃത്തെ ഞാൻ അതാണ് സുഹൃത്തെ. എങ്കിൽ പിന്നെ ഞാൻ ചോദിക്കും, നാളെ രാഹുൽ ഈശ്വറാണ് സംവാദത്തിന് വരുന്നത്. രാഹുൽ ഈശ്വർ ഹിന്ദുവാണ്, ഹിന്ദു വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളാണ്. ഹൈത്തമി പങ്കെടുത്ത വേദിയിൽ ഹൈത്തമിയുടെ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈത്തമിയുടെ പ്രാർത്ഥനയിൽ ഡിങ്കന്റെ പേര് ചേർത്ത് ആക്ഷേപിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർത്തില്ല. ആക്ഷേപിച്ചപ്പോൾ മോഡറേറ്റർ ഇടപെടാത്തത് പോലെ അതിനെ നിങ്ങളിപ്പോൾ ന്യായീകരിക്കുകയാണ്. അതിനുള്ള അവകാശം ആരിഫ് ഹുസൈനുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ ആരിഫ് ഹുസൈൻ ഹിന്ദുമത വിശ്വാസിയായ രാമനെ ആരാധിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ ദൈവമായ രാമന്റെ പേര് വരുന്നിടത്തെല്ലാം ഡിങ്ക 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 എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ പരിപാടി തുടങ്ങിയാൽ എസെൻസിന്റെ മോഡറേറ്റർ അതിൽ ഇടപെട്ട് അദ്ദേഹത്തെ തടയുമോ എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ ഈശ്വർ പറയുന്ന കാര്യമല്ല സുഹൃത്തെ ഞാൻ പറയുന്നത്. ഈ നിങ്ങളുടെ ആരിഫ് ഹുസൈൻ നാളത്തെ സംവാദത്തിൽ രാഹുൽ ഈശ്വറിന്റെ ദൈവമായ രാമന്റെ പേരിന്റെ സ്ഥാനത്തല്ല ഭഗവാൻ രാമന്റെ പേര് വെട്ടിമാറ്റി അവിടെ ഡിങ്കന്റെ പേര് എഴുതിക്കൊണ്ട് നാളത്തെ പരിപാടി അദ്ദേഹം തുടങ്ങി വെച്ചാൽ മനോജ മൈത്രി കൈകൊട്ടിച്ചിരിക്കുമോ? എസെൻസ് അതിന് മൗനാനുവാദം നൽകുമോ? അതിന് സാരം പറഞ്ഞുതരാം. അത് ആരിഫ് ഹുസൈൻ തീരുമാനിക്കുന്നത് എങ്ങനെ ചെയ്യണം, ഞാൻ എന്ത് പറയാനുള്ളത്? അതാണ് ഞാൻ ചോദിച്ചത്. അതിനാണെന്ന് ഹൈത്തമി മറുപടി പറഞ്ഞത്. അന്നത്തെ അവിടെ ഇരുന്ന മോഡറേറ്റർ അതിനകത്ത് ഇടപെട്ടില്ല. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും 2 പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചാ വേദിയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനത്തെ തെറ്റിദ്ധരിപ്പിച്ച് മോശമാക്കി പാകിസ്ഥാന്റെ ആള് പാടിയാൽ നമ്മൾ എങ്ങനെ അതിനെതിരെ പ്രതികരിക്കുമെന്ന് അദ്ദേഹം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യക്തിക്ക് ഒരു ലിംഗം എന്നുള്ള ഒരു വേർഡ് അദ്ദേഹം അള്ളാഹുവിന് പകരം ഡിങ്കൻ എന്നുള്ള പേര് പറയാനും ആരാധിക്കാനും പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിരീശ്വരവാദി ഇല്ല എന്നുള്ള വിഷയമില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ അള്ളാഹുവിന്റെ പേരിന് പകരം ഡിങ്കൻ എന്നുള്ള പേര് അദ്ദേഹം പറയാനും അദ്ദേഹത്തിന് ആരാധിക്കാനും അവകാശമില്ലേ? അദ്ദേഹത്തിന് അവകാശമല്ലത്. അല്ല, ഞാൻ സത്യത്തിൽ നിങ്ങളെ വിളിച്ചെന്തിനാണെന്നറിയോ? ഈ ആരിഫ് ഹുസൈനെ പോലെ ഒരു അറിവുമില്ലാത്ത, കയ്യിൽ വെറും പരിഹാസവും ആളുകളെ ആക്ഷേപിക്കലും മാത്രം കൈമുതലായുള്ള ഒരു വിഡ്ഢിയെ സ്വന്തം ഉമ്മയുടെ നഗ്നത വേണ്ടി വന്നാൽ തന്റെ ഫാൻസുകാർക്ക് നോക്കി രസിക്കാൻ പ്രദർശിപ്പിക്കുമെന്ന് പറഞ്ഞ പുറത്തേക്ക് ഇടുവെന്ന വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഒരാളെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ലജ്ജയില്ലേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ചർച്ചയ്ക്ക് വിളിക്കാൻ? ആ ചോദ്യത്തിന് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ജിഹാദ് നന്മ എന്ന് പറയുന്ന ആളാണ്. ആര്? ഈ രാഹുൽ ഈശ്വർ. അതാണ് വാദം. അതെ, അതായത് നിങ്ങൾ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ ആള് ഈ പറയുന്ന വിവരദോഷി ഇങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുണ്ടല്ലോ, അങ്ങനത്തെ ഒരാള് ജിഹാദ് നന്മയാണെന്ന് മനസ്സിലാക്കിയ ആളാണ്. അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ജിഹാദ് നന്മയാണോ തിന്മയാണോ എന്ന് നാളെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ജിഹാദ് നന്മയാവുന്നത്, ഏത് രീതിയിലാണ് ജിഹാദ് തിന്മയാവുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുമല്ലോ. അതൊക്കെ അദ്ദേഹം പറയുമല്ലോ.
നിങ്ങൾ നേരിട്ട് വന്നിട്ട് എനിക്ക് തർക്കം അവരുമായിട്ടല്ല, രാഹുൽ ഈശ്വറുമായിട്ട് എനിക്ക് തർക്കമില്ല, ആരിഫുമായിട്ടും എനിക്ക് തർക്കമില്ല. അത് എന്റെ വിഷയമല്ലേ, അത് എന്റെ വിഷയമല്ലേ സുഹൃത്തെ, അത് എന്റെ വിഷയമല്ലേ. എനിക്ക് രാഹുൽ ഈശ്വറിന് എനിക്ക് തർക്കമില്ല, നിങ്ങൾക്ക് രാഹുൽ ഈശ്വർ തർക്കമില്ല. പക്ഷെ രാഹുൽ ഈശ്വർ വിവരം കെട്ടവനും വിവരദോഷിയായ ആള് എന്ന് ഞാൻ പറഞ്ഞില്ല. രാഹുൽ ഈശ്വർ വിവരം കെട്ട ആളാണ്, വിവരദോഷിയാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരിഫ് ഹുസൈന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ രാഹുൽ ഈശ്വർ വിവരദോഷിയും എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അയ്യേ, അങ്ങനെ നിങ്ങളെന്നാ കേട്ടത് തെറ്റു. ഞാൻ രാഹുൽ ഈശ്വറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് സുഹൃത്തെ. ഞാൻ നിങ്ങളെ വിളിച്ചത് പോലും രാഹുൽ ഈശ്വർ നല്ലതാണോ? രാഹുൽ ഈശ്വർ നല്ലതാണോന്നോ? നല്ല ആളാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലായിടത്തോളം കാര്യം, അദ്ദേഹം മതസൗഹാർദ്ദം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളും മതങ്ങൾക്കിടയിൽ കലാപങ്ങൾ ഉണ്ടാവരുതെന്നും മതവിശ്വാസികളും മതമില്ലാത്തവരുമെല്ലാം നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ സംവാദം നടത്തി അവരവരുടെ വാദങ്ങൾ പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം പൊതുവെ സംസാരിക്കാറുള്ളത്. എങ്ങനെ മതവിശ്വാസികൾ തമ്മിൽ കലാപം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സാധാരണ? അല്ല, മതവിശ്വാസികൾ ഉണ്ടാകുന്ന ഞാനതല്ല. നിങ്ങൾ എൻ്റെ അടുത്ത് രാഹുൽ ഈശ്വറിന്റെ കാര്യം ചോദിച്ചു. രാഹുൽ ഈശ്വർ പൊതുവെ ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ എസൻസ് ഗ്ലോബലിന്റെ താല്പര്യം എന്താണെന്നുള്ളതായിരുന്നു എനിക്ക് അറിയേണ്ടത്. അതായത് മതവിശ്വാസികൾക്കിടയിൽ താല്പര്യം എന്ന് പറയുന്നത് ജിഹാദ് നന്മയാണോ തിന്മയാണോ എന്നുള്ള ഒരു സംവാദത്തിൽ കൂടി സംവാദത്തിൽ തെളിയുമെന്നല്ലേ താങ്കൾ പറഞ്ഞ? ആരിഫ് ഹുസൈൻ ആണോ? ആരിഫ് ഹുസൈൻ അല്ല, ചർച്ച വരികയും ആ ചർച്ചയിൽ കൂടി ആളുകൾ അത് ഗ്രഹിക്കുമ്പം നമ്മൾ കേൾക്കുന്ന ആൾക്കാരെ അത് എങ്ങനെ എടുക്കുന്നു എന്ന് മാത്രമല്ല. അതായത് ഇങ്ങനെ ചർച്ചയിൽ കൂടി തെളിയിക്കാൻ വേണ്ടിയല്ലത്. അത് ചർച്ചയിൽ കൂടി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പം അത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ കാണുന്ന ആളുകൾ. അല്ല, നിങ്ങൾ ഈ ആരിഫ് ഹുസൈനെ ഈ ചർച്ച ആരാണ് സംഘടിപ്പിക്കുന്നത്? നിങ്ങളല്ലേ? അതെ. അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആരിഫ് ഹുസൈനെ നിങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ആരിഫ് ഹുസൈനും രണ്ടുപേരും കൂടി വെല്ലുവിളിച്ചു. അതായത് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം. അതുകൊണ്ട് നമ്മൾ ആര് വെല്ലുവിളിച്ചു? അവർ തമ്മിൽ പരസ്പരം വെല്ലുവിളിച്ചപ്പോൾ നിങ്ങൾ വേദി കൊടുക്കുകയാണോ? വേദി കൊടുത്തു. നമ്മൾ വേദി കൊടുത്തു. സമൂഹത്തില് വെല്ലുവിളിക്കുന്ന ആർക്കും, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരസ്പരം വെല്ലുവിളിക്കുന്ന ആർക്കും നിങ്ങൾ വേദി കൊടുക്കും? ഏതെങ്കിലും വിഷയത്തിലല്ല. എസൻസ് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എസൻസ് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളോട് ബന്ധപ്പെട്ട് സമൂഹത്തില് വരുന്ന മതവുമായിട്ട് ബന്ധപ്പെട്ടതും തെളിവുമായിട്ട് ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളെ ബന്ധപ്പെട്ട് എന്ത് ആശയ സംവാദങ്ങൾ ഉണ്ടെങ്കിലും എസൻസാണ് ചെയ്തു. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലേ TPA 51 വെട്ടുവെട്ടിക്കൊന്നത് തീവ്രവാദമാണോ അതോ എന്താ പറയാ രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന വിഷയത്തിൽ എസൻസ് അല്ല തീവ്രവാദമാണോ രാഷ്ട്രീയ കൊലപാതകമാണോ എന്ന് അല്ല നിക്ക് ഒരാൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരാൾ കൊല്ലപ്പെടുന്നത് രാഷ്ട്രീയമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും അയാളുടെ തൊഴിൽപരമായിട്ടാണെങ്കിലും ജാതിപരമായിട്ടൊക്കെ ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്നും ആരെങ്കിലും ഉന്മൂലനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. സംശയമില്ലല്ലോ, തീവ്രവാദമാണെന്ന് ഞങ്ങൾ പറയുന്നില്ലേ? എനിക്ക് മുസ്ലിമായ എനിക്ക് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല, ഞാനത് പറയും. അത് തീവ്രവാദമാണത്. അല്ല, അത് ഞാൻ പറയും. എനിക്കതിൽ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം പോലുമില്ല, ഞാൻ പറയും. പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പക്ഷെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എസൻസിന്റെ പ്രതിനിധിയായി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ TP 51 വെട്ടുകൊന്നത് തീവ്രവാദമാണെന്ന് പറയാൻ പറ്റുമോ? തീവ്രവാദമല്ല പറഞ്ഞത്, അത് തീർച്ചയായിട്ടും തെറ്റാണ്. അത് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ നിങ്ങൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമ്പോ സുഹൃത്തെ അപ്പൊ അങ്ങനെ നിങ്ങൾ ഇതിനൂടെ മറുപടി പറഞ്ഞാൽ മതി. ഇതിനൂടെ മറുപടി പറഞ്ഞാൽ മതി. എന്താണ് തീവ്രവാദം? തീർച്ചയായിട്ടും പറയും. അതായത് അത് TPA 51 വെട്ടുവെട്ടി കൊന്ന ആ ഒരു കമ്മ്യൂണിസം രീതിയെ നമ്മൾ ശക്തമായിട്ട് എസൻസ് ഒക്കെ കമ്മ്യൂണിസത്തിനെതിരെ ശക്തമായി എതിർക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ എതിർപ്പ് ആർക്ക് വേണം? നിങ്ങൾക്ക് തീവ്രവാദം എന്ന് പറയാൻ പറ്റാത്ത ഒരു എതിർപ്പ് ആർക്ക് വേണം? അതാ ഞാൻ ചോദിച്ചത്, എന്താണ് തീവ്രവാദം? എസൻസിന്റെ ഈ എന്നോട് സംസാരിക്കുന്ന ഈ പ്രതിനിധിക്ക് തീവ്രവാദം എന്താണ്? തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ആശയത്തിനെ വളരെ തീവ്രമായിട്ട് പ്രണയിക്കുകയും അതിനുവേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ചുകൊണ്ട് അതിനെതിരെ നിൽക്കുന്ന ആളുകളെ തകർക്കുകയും കൊല്ലുകയും അവരുടെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തമാണ് തീവ്രവാദം. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസത്തിനെതിരെ അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് അത് ലോകത്ത് ഏറ്റവും നടപ്പാക്കുന്ന ഇസ്ലാമല്ലേ? അല്ല അവിടെ അത് ഇസ്ലാമോ ഹിന്ദുവോ ക്രിസ്ത്യൻ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞതിന്റെ ഇത്രയും നിങ്ങൾ പറഞ്ഞല്ലോ. അതായത് ഒരു ആശയത്തിന് വേണ്ടി ആശയത്തെ നിലനിർത്താൻ വേണ്ടി തീവ്രമായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പരിപാടിയാണല്ലോ തീവ്രവാദം എന്ന് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ കൊലപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിൽ നിന്നും തെറ്റിപ്പോയതിന്റെ പേരിൽ
TP ചന്ദ്രശേഖരനെ അവരുടെ ആശയം നിലനിർത്താൻ വേണ്ടി തങ്ങളുടെ ആശയത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആ മനുഷ്യനെ ഉന്മൂലനം ചെയ്ത ആ പ്രവൃത്തിയെ ചെറിയ ഒരു തെറ്റ് എന്ന് പറയുന്ന നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ളതിനെയൊക്കെ തീവ്രവാദം എന്ന് പറയുന്നത്? അങ്ങനെ അങ്ങനെ നിങ്ങൾ കുറച്ച് കട്ടിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊരു തീവ്രവാദ പ്രവർത്തനമാണ്? തീർച്ചയായിട്ടും അത് ടീപ്പിനെ വെട്ടിക്കൊണ്ടത് വളരെ തീവ്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നിന്നും അത് ഇതേപോലെ തീവ്രത പോലെ തന്നെ തീവ്രവാദം പോലെ എന്നുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ഇപ്പൊ കുറച്ച് പരിവർത്തനപ്പെട്ടു. നിങ്ങൾ ആദ്യം പറഞ്ഞത് അത് തീവ്രവാദ പ്രവർത്തനമല്ല, അതൊരു തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചു അതൊരു തീവ്രവാദ പ്രവർത്തനം പോലെ തന്നെ എന്ന് പറഞ്ഞു. സന്തോഷം.